എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടി. എന്താ ഇതൊക്കെ? ഇത്രയും വലിയ ശിക്ഷയൊന്നും അമ്മയ്ക്ക് കൊടുക്കണ്ട അച്ഛാ. അമ്മ ഇവിടെ നിന്നോട്ടെ. മോളെ മിണ്ടരുത്. ഇത് എന്റെ തീരുമാനവും. ഇതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഇവിടെ ഇറക്കി വിട്ട അമ്മ ഇങ്ങോട്ട് പോവാ അച്ഛാ. മോളെ ഇവിടെ ഇറക്കി വിട്ടല്ലോ. അന്നേരം ആരും ചോദിച്ചൊന്നുമില്ലല്ലോ ഇവിടെ. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് അവനവൻ അനുഭവിക്കുന്നത്. അത് അനുഭവിച്ചു തന്നെ തീർക്കണം. ഇറങ്ങണി ഇവിടെ. അമ്മയ്ക്ക് ഒരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ അമ്മ അത് തെറ്റിദ്ധരിപ്പിച്ചു. അച്ഛാ, നമ്മൾ വേണ്ട അച്ഛാ, ക്ഷമിക്കാൻ. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാ മോളെ. പോം വഴി ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ. ആ പരാതി പാർവതി പിൻവലിക്കണം. എങ്കിൽ പാർവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. അത് ന്യായമല്ലേ അമ്മ അച്ഛൻ പറയുന്നത്? അമ്മ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? എനിക്ക് സൗകര്യമില്ല പരാതി പിൻവലിക്കാൻ. എന്റെ മോന്റെ പേരിലുള്ള ജോലി അമ്മയായ എനിക്ക് അവകാശപ്പെട്ടതാ. അല്ലാതെ ഒരു ദിവസം പോലും അവന്റെ ഒപ്പം ഭാര്യയായി കഴിയാത്ത ഇവക്കല്ല. ഇതൊരു വാശിയല്ലേ അമ്മ? ഇങ്ങനെ വാശി പിടിച്ചാ ഇത് എവിടെ ചെന്ന് നിൽക്കും? എവിടെ ചെന്ന് നിന്നാലേ എനിക്കൊരു പ്രശ്നവും ഇല്ല. വാശി എല്ലാവർക്കും ഉണ്ട്, അതെനിക്കും ഉണ്ട്. കേട്ടല്ലോ, രണ്ടുപേരും കേട്ടല്ലോ. ഇതാണ് ഇവിടെ അഹങ്കാരം. ഈ അഹങ്കാരത്തിന് ഇവിടെ ഇറക്കി വിടുവല്ല, നല്ല ചൂട്ട അടിയും കൊടുത്ത് ഓടിച്ചു വിടുവാ വേണ്ടത്. വിട്ടച്ഛ, അമ്മയ്ക്ക് വേണമെങ്കിൽ ആ ജോലി അമ്മ എടുത്തോട്ടെ. അച്ഛ, എനിക്കൊരു പരാതിയുമില്ല. എന്നാലും ഇതിന്റെ പേരിൽ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. നിർത്തടി. എനിക്ക് വേണ്ട നിന്റെ ഔദാര്യമൊന്നും. എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? നീ പറഞ്ഞ് കാല് പിടിച്ച് കിട്ടുന്ന ഒരു സൗജന്യം എനിക്ക് വേണ്ട. ഞാനത് സ്വീകരിക്കില്ല. അതിലും ഭേദം തെരുവിലേക്ക് ഇറങ്ങുന്നതാ. എന്ത് സംഭവിച്ചാലും ഞാൻ എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ജോലിയും കൊണ്ടേ ഞാൻ പോവും. ഇതാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇപ്പം ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അച്ഛനെ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തോ പറഞ്ഞേ? അമ്മ പറഞ്ഞാലും ന്യായമില്ല അച്ഛാ. ആശ്രിത നിയമനം നടത്തുന്നതിന് ഉദ്ദേശം എന്താണെന്ന് അറിയാമല്ലോ. ആ ജോലി കൊണ്ട് ആശ്രിതർക്ക് ഗുണമുണ്ടാവണം. സുധി സാറ് മരിച്ചപ്പോ ആരൊക്കെ ആശ്രിതരായി മാറിയത്? അമ്മ, അച്ഛൻ, പിന്നെ വേണമെങ്കിൽ ദേവിയേട്ടത്തി. ദേവിയേട്ടത്തിക്ക് ജോലി കിട്ടിയ അതിന്റെ ഗുണം ദേവിയേട്ടത്തിക്ക് മാത്രമല്ലേ കിട്ടൂ. ദേവിയേട്ടത്തി ആണെങ്കിൽ നാളെ ഒരു കല്യാണം കഴിക്കുകയും ചെയ്യും. എന്ന് ശരത്തിനോട് ആരോ പറഞ്ഞേ? എന്തിനാ പറയുന്നത്? കൺമുന്നിൽ കണ്ടതല്ലേ. സുധി സാറല്ലാതെ മറ്റൊരു പുരുഷനും ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ദേവിയേട്ടത്തി സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ തയ്യാറായല്ലോ. അന്ന് എവിടെ പോയിരുന്നു ഈ ആദർശം? അത് സിദ്ധു. എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ ഞാൻ സമ്മതിച്ചേ ഉള്ളൂ. ഇനി അങ്ങനൊരു അബദ്ധം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഭാവിയെ കുറിച്ച് എങ്ങനെ പ്രവചിക്കാൻ പറ്റും? ജോലി കിട്ടി കഴിയുമ്പോ പതിയെ മനസ്സ് മാറും. ആ മാറ്റത്തിന് പങ്കുപറ്റാൻ ഏതെങ്കിലും ഒരുത്തൻ വരികയും ചെയ്യും. അതിനും നല്ലത് ജോലി അമ്മയ്ക്ക് തന്നെ കിട്ടുന്നതല്ലേ. അമ്മ കൊടുത്ത പരാതി അല്ല പിൻവലിക്കേണ്ടത്. പകരം ജോലിക്ക് വേണ്ടിയുള്ള ദേവിയേട്ടത്തിയുടെ അവകാശവാദമാണ്.
ഈ ജോലി അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ദേവി എടുത്ത് എഴുതി കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് ചെയ്യാതെ വാശി പിടിക്കുന്നത് ശരിയല്ല. ഡാ, ഇത് എന്റെ കുടുംബകാര്യമാണ്. എന്റെ കുടുംബകാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ നിനക്കാരെ അധികാരം തന്നായി? ഓ, അങ്ങനെയാണോ എന്നെ കണ്ടിരിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ ഒരു അംഗമാണെന്നാ ഇത്ര നാളും വിചാരിച്ചിരുന്നത്. അങ്ങനെയല്ലെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇറങ്ങുക ഇപ്പൊ തന്നെ. മോനെ, നീ ഇറങ്ങിയ കൂടെ ഞാനും വരും. ആ, നിനക്ക് സ്ഥാനമില്ലാത്ത ഈ വീട്ടില് ഞാനും നിൽക്കില്ല.